അപ്പം അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡിൻ്റെ മെഷീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 50% ഉള്ളൂ. എന്ന് വെച്ചാൽ പുതിയ മെഷീൻസ് എടുക്കുന്നതിന് 50% മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഏത് ബ്രാൻഡ് എപ്പോൾ ഏതൊക്കെ മോഡലുകൾ അവൈലബിൾ ആണ്, ഇനി ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ മൊത്തത്തിൽ കൊടുക്കാനാണോ, ഈ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് എല്ലാം റേറ്റ് വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആരെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ റിയലി വേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ ഫണ്ടും എല്ലാം റെഡിയാണ്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് എനിക്ക് എടുത്തു തരാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇവരോട് ചിലവർ പറയും ടോക്കൺ കൊടുത്ത് നിർത്താമെന്ന്. ടോക്കൺ ഒന്നും ആരും സ്വീകരിക്കില്ല, അവർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ട ഭാഗമായിട്ട് ഞാൻ അവിടെ വന്നതാണ്. മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ ആദ്യം ഈ സ്പോർട്ട് മറ്റേ ഞാനിപ്പോ നോക്കിയത് തേക്കുന്ന മെഷീനും സ്പോർട്ട് മെഷീൻ ഇല്ല, മറ്റേ കറകളയുന്ന. അതെ, കറകളയുന്നതും പിന്നെ നൈനിങ് മെഷീനും ഒരിക്കലും നിങ്ങൾ പഴയതിലേക്ക് പോകരുത്. അത് സെൻസിറ്റീവ് മെഷീനാണ്, അതിന്റെ പാർട്സുകളൊക്കെ വളരെ സെൻസിറ്റീവാണ്. അപ്പം അതുകൊണ്ട് പഴയതിൽ ഉപയോഗിച്ച ഒരാൾ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ബോയിലറായിട്ട് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഏകദേശം നമ്മൾ പറയല്ലേ പദം വന്നിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ പൂട്ടിപ്പോയതായിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. 60,000 പ്ലസ് GST, 60,000 പ്ലസ് GST. അത് മറ്റേ 98,000 പ്ലസ് GST സ്പോർട്ടിങ്ങിന്റെ വിത്ത് ബോയിലർ. വാഷിങ്ങിന് നമ്മൾക്ക് നമ്മുടെ ഓൺ ബ്രാൻഡ് 15 കിലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2,98,000 പ്ലസ് GST. അതെ, അതിന്റെ പിന്നെ ഡ്രയർ വരുന്നത് 1,78,000 പ്ലസ് GST. ഇതാണ് നമുക്ക് ഉണക്കാനുള്ള മെഷീൻസ്. അതെ, അതെ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഇഷ്ടംമാതിരി പേരുണ്ട്. ഇപ്പൊ ഹാൻഡ് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, ഹാൻഡ് വാഷ് ചെയ്തിട്ട് സ്റ്റാർച്ച് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ലോണ്ടറി എപ്പോഴും ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ലോണ്ടറി നിങ്ങൾ തുടങ്ങാവുള്ളൂ. നമ്മൾ ചിലവർ കടവും വിലയൊന്നും വാങ്ങിച്ചു വെച്ച് തുടങ്ങുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കി നിങ്ങൾ ചെയ്യാം. ട്രെയിനിങ്ങിനാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ട്രെയിനിങ് സെന്റർ ഉണ്ട് കൊച്ചിയിൽ. ഓക്കെ, ഇന്ത്യയിലെ തന്നെ 1 and only എക്സ്ക്ലൂസീവ് ട്രെയിനിങ് സെന്റർ, ഏറ്റവും വലിയ ട്രെയിനിങ് സെന്റർ കൊച്ചിയിൽ വൈറ്റിലയിലാണ്. നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് എടുക്കാവുന്നതാണ്. ഓക്കെ, അവിടെ പെർ ഹെഡ് ചാർജബിൾ ആണ്. 3 days ട്രെയിനിങ് ആണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്. Day 1 ലോണ്ടറി, Day 2 ഡ്രൈ ക്ലീനിങ്, Day 3 സ്റ്റെയിൻ റിമൂവിങ് ആൻഡ് സ്റ്റീം അയണിങ് ആൻഡ് ഓൾ അതർ വർക്ക്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 3 ദിവസത്തെ ട്രെയിനിങ് എടുക്കാവുന്നതാണ്. പെർ ഹെഡ് 12,000 ആണ്. അതെ. വിളിച്ചാൽ മതി എന്തെങ്കിലും